നമസ്കാരം. അസ്ട്രോളജി മാസ്റ്റർ ക്ലാസ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ഭാവചിന്തയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള 1 മുതൽ 9 വരെയുള്ള ഭാവങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാവമാണ്. അത് വേറൊന്നുമല്ല, ഒരാളുടെ ജീവിത നിയോഗം അഥവാ കർമ്മയോഗിയായി തീരേണ്ട ഭാവം. കർമ്മഭാവം 10ാം ഭാവം. 10ാം ഭാവത്തെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അസ്ട്രോളജി മാസ്റ്റർ ക്ലാസ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരു ആക്ഷൻ സംഭവിക്കുക, അതിനൊരു തോട്ടുണ്ടാവും. തോട്ടിനൊരു ക്വാളിറ്റി ഉണ്ടാവും. എന്താണ് പ്രവർത്തിക്കേണ്ടത് എന്നുള്ളത് ചിന്തയുടെ ബാഹ്യാവിഷ്കാരമാണ്. തോട്ട്സിൻ്റെ മാനിഫെസ്റ്റേഷനാണ് ആക്ഷൻ എന്ന് പറയുന്നത്. ആ ആക്ഷൻ്റെ റീസണാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഒരാളുടെ ഇൻഡിവിജ്വാലിറ്റി തീരുമാനിക്കുന്നത് കർമ്മഭാവമാണ്. അയാളുടെ കീർത്തി തീരുമാനിക്കുന്നത് കർമ്മഭാവമാണ്. ഉത്തരവാദിത്തങ്ങൾ, പേരും പ്രശസ്തിയും, ജീവിത നിലവാരങ്ങൾ, ഉയർന്ന പൊസിഷൻസ്, ഇതെല്ലാം തീരുമാനിക്കുന്നത് ഭൗതികപരമായിട്ടുള്ള മെറ്റീരിയൽ സക്സസ്സിന് കാരണമാകുന്ന എല്ലാ കാര്യങ്ങളെയും തീരുമാനിക്കുന്ന 10ാം ഭാവമാണ്. നമ്മുടെ ഫെയിം, നമുക്ക് കിട്ടേണ്ട അവാർഡുകൾ, അല്ലെങ്കിൽ നമുക്ക് കിട്ടേണ്ട ബഹുമതികൾ, ഇതെല്ലാം ചിന്തിക്കുന്ന 10ാം ഭാവമാണ്. നമ്മുടെ കർമ്മത്തിലെ ഉയർന്ന അവസ്ഥകൾ. 6ാം ഭാവം കൊണ്ട് ചെറിയ കാര്യങ്ങൾ പറയുമ്പോൾ 10ാം ഭാവം കൊണ്ട് അയാളുടെ നിയോഗങ്ങളാണ്, കോൺട്രിബ്യൂഷൻസാണ്. അയാൾക്ക് മാത്രം ചെയ്യാൻ കഴിയുന്ന കോൺട്രിബ്യൂഷൻസാണ് 10ാം ഭാവം കൊണ്ട് പറയുന്നത്. അതുപോലെ താൻ ജീവിക്കുന്നതും താൻ ഇടപെടുന്നതുമായിട്ടുള്ള മേഖലകളിൽ കിട്ടുന്ന ബഹുമാനങ്ങൾ, ആ ഒരു ഹോണറബിൾ പൊസിഷൻ എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, അത് ഏത് മേഖലയിലാണെങ്കിലും, ഏത് മേഖലയിലാണെങ്കിലും നമുക്ക് കിട്ടുന്ന ബഹുമാനങ്ങൾ, ബഹുമതികൾ, നമ്മളോട് മറ്റുള്ളവർക്കുള്ള സ്നേഹം, ഇതെല്ലാം 10ാം ഭാവം കൊണ്ടാണ് തീരുമാനിക്കുന്നത്. അതുപോലെ 10ാം ഭാവം കൊണ്ടാണ് നമ്മുടെ റിച്വൽസ്, നമ്മൾ ഡെയിലി ചെയ്യുന്ന റിച്വൽസ് ഉണ്ടല്ലോ, സ്പിരിച്വൽ റിച്വൽസ് എല്ലാം തീരുമാനിക്കുന്നത് 10ാം ഭാവം കൊണ്ടാണ്. നമ്മുടെ നിഷ്ഠകൾ, നമ്മുടെ ചിട്ടകൾ, നമ്മുടെ പ്രാർത്ഥനകൾ, ഇപ്പം നമ്മൾ ശ്രീചക്ര പൂജയൊക്കെ ചെയ്യുകയാണെങ്കിൽ ശ്രീചക്ര പൂജയൊക്കെ ചെയ്യുന്നത്, നമ്മുടെ പ്രവൃത്തികൾ, നമ്മളുടെ സ്വഭാവത്തിൻ്റെ ഭാഗമായിട്ടുള്ള, ഇപ്പം ഇപ്പം ജിനേഷ് എന്ന് പറയുന്ന ആളുടെ സ്വഭാവത്തിൻ്റെ ഭാഗമായിട്ടുള്ള അയാളുടെ ഡെയിലി റൊട്ടീൻസ് എല്ലാം തീരുമാനിക്കുന്നത് ഈ 10ാം ഭാവമാണ്. 10ാം ഭാവത്തിൻ്റെ ബലമാണ് അയാളെ കൊണ്ട് ഇന്ന കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കാണുന്ന ഓരോ വ്യക്തികളും നമ്മൾ ആരാണ് എന്ന്, നമ്മുടെ പ്രവൃത്തി എന്താണ് എന്ന് തീരുമാനിക്കുന്നത്, നമ്മൾക്ക് എന്തൊക്കെ പ്രവർത്തിക്കാൻ കഴിയും എന്ന് തീരുമാനിക്കുന്നത് 10ാം ഭാവമാണ്. 10ാം ഭാവം സെൽഫ് എക്സ്പ്രസീവ് ആണെന്ന് ഞാൻ പറഞ്ഞു. നമ്മുടെ സെൽഫിനെ എക്സ്പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഹാപ്പിനെസ്, നമ്മൾ അതിലായിരിക്കും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഡെസ്റ്റിനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ മാക്സിമം മനസ്സിലാക്കിയിട്ട് അതിന് വേണ്ടിയിട്ട് നമ്മൾ അവിടേക്ക് എത്തിപ്പെടുമ്പോൾ അതിന് വേണ്ടിയിട്ട് കൂടുതലായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നത്. നമ്മൾ ഇന്ന് കർമ്മഭാവം എന്ന് പറയുമ്പം നമ്മളിലേക്ക് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ CBIയിലാണ് വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവർ ഡോക്ടറാണ്, എൻജിനീയറാണ്, അല്ലെങ്കിൽ IT ആണ്, അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് AI ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ജോലികളാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് കിട്ടാവുന്ന ഓരോ ജോലികളെ പറ്റിയാണ് പറയുന്നത്. വാസ്തവത്തിൽ കർമ്മഭാവം എന്ന് പറയുന്നത് കർമ്മയോഗിയായി തീരാൻ, നമ്മളുടെ ലൈഫിൻ്റെ ജോലി കൊണ്ടുള്ള ഇൻസെക്യൂരിറ്റീസ് അവസാനിപ്പിക്കണമെങ്കിൽ നമുക്കിപ്പോഴും ഒരു ഇൻസെക്യൂരിറ്റി ഉണ്ടാവും. നമ്മൾ എന്താവും എന്നുള്ളൊരു ഭയം, ജീവിതത്തിൽ എന്താവും എന്നുള്ള ജോലി നിമിത്തം, ജോലി ഇല്ലെങ്കിൽ എന്താവും, അതെന്ത് ചെയ്താലാണ് രക്ഷപ്പെടാൻ പറ്റുന്നത്, ഇങ്ങനെയൊക്കെ ചിന്തിക്കും. വാസ്തവത്തിൽ
നമ്മുടെ കർമ്മത്തിൻ്റെ ഇൻറ്റേണലും എക്സ്റ്റേണലുമായിട്ടുള്ള ചേർച്ചയുടെ ഹാർമണിയുടെ ആകത്തുകയാണ് നമ്മൾ ഇൻസെക്യൂരിറ്റീസിനെ ബ്രേക്ക് ചെയ്യുന്നത് വാസ്തവത്തിൽ. അതുകൊണ്ടല്ലേ നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്യാൻ പറഞ്ഞത്. ഇഷ്ടമുള്ളത് ചെയ്യുമ്പോൾ നമുക്ക് ജോലി ചെയ്യുകയാണെന്ന് തോന്നത്തില്ല, അല്ലേ? അപ്പം അതുകൊണ്ടാണ് ഇഷ്ടമുള്ളത്. പക്ഷേ എല്ലാവർക്കും അവിടേക്ക് എത്തിപ്പെടാൻ പറ്റില്ല. അപ്പം ചിലവർക്ക് ഹൈലി കോൺട്രിബ്യൂട്ടേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് അവരാഗ്രഹിക്കുന്ന തലത്തിലേക്ക് എത്തിപ്പെടാൻ വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും. കർമ്മത്തിൻ്റെ ഒരു ഇത്. ബാക്കിയുള്ളവരെല്ലാം രണ്ടാം ഭാവം ബലപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് കർമ്മം ചെയ്യുന്നത്. രണ്ടാം ഭാവം ധനമാണ്, സേവിങ്സ് ആണ്, FDs ആണ്, അല്ലെങ്കിൽ ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഒരുപാട് പൈസ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ പൈസ മാത്രം കൊണ്ട് ജോലി ചെയ്യുമ്പം, പൈസയ്ക്ക് വേണ്ടി ജോലി ചെയ്യുമ്പം ഒരിക്കലും ആ ജോലി അവർക്ക് തൃപ്തിയാവണം എന്നില്ല. അങ്ങനെ ആവുന്നെങ്കിൽ അവർ വലിയ ഭാഗ്യവാന്മാരാണ്. അത് ആ 10ാം ഭാവത്തിൻ്റെ ഇതും 9ാം ഭാവത്തിൻ്റെ ഒക്കെ ബലം കൊണ്ടാണ് അത് തീരുമാനിക്കുന്നത്. പക്ഷേ ഒട്ടുമിക്ക ആൾക്കാരും, എന്നെ കാണുന്നവർ പലപ്പോഴും ജോലി നല്ല ജോലിയായിരിക്കും, പക്ഷേ പലരും അത്ര സാറ്റിസ്ഫൈഡ് അല്ല. കാരണം ആ നല്ല ജോലിയിലേക്ക് അവരെത്തിപ്പെട്ടത് കിട്ടുന്ന പൈസയുടെ മൂല്യം നോക്കിയിട്ടാണ്. എന്നിട്ട് അതിനകത്ത് നിന്നുകൊണ്ട് പല കാര്യങ്ങളും ചെയ്യാറ്. വാസ്തവത്തിൽ മുട്ടുസൂചി വിറ്റും കോടികൾ ഉണ്ടാക്കുന്നവരുണ്ട് പൈസയ്ക്കാണെങ്കിൽ. അത് ഓരോരുത്തരുടെ പാഷൻ പോലെ. പാഷനിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ നമുക്ക് ഭൗതികവും ആധ്യാത്മികവുമായിട്ടുള്ള, അല്ലെങ്കിൽ ഭൗതികവും നമ്മുടെ ആന്തരികവുമായിട്ടുള്ള ഒരു ഹാർമണി സംഭവിക്കും. ഉറപ്പാണത്, ഒരു സംശയമില്ലാത്ത കാര്യം. അത് സംഭവിക്കുമ്പോൾ നമ്മൾക്ക് ഭൗതികപരമായിട്ടുള്ള വളർച്ചകളും ഉണ്ടാവും. നമുക്ക് ആന്തരികമായിട്ടുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ നമ്മൾ ചെയ്യുന്ന കർമ്മത്തിൽ തോന്നും. നമുക്ക് ലീവ് എടുക്കണമെന്ന് തോന്നില്ല, നമുക്ക് ബ്രേക്ക് എടുക്കണമെന്ന് തോന്നില്ല. നമ്മളിങ്ങനെ ഒഴുകിക്കൊണ്ടേ ഇരിക്കും. ഡെസ്റ്റിനി എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മളെ നയിക്കുന്ന ഭാവമാണ് 10ാം ഭാവം. അത് ഓർത്ത് വെച്ചിരിക്കണം. ഒരാളുടെ ഡെസ്റ്റിനിയെ സൂചിപ്പിക്കുന്നു. പ്രത്യേകിച്ചും 10ാം ഭാവത്തിൽ വക്രഗ്രഹങ്ങൾ, റെട്രോഗ്രേഡ് പ്ലാനറ്റ് വന്നാൽ, അതിൻ്റെ ദശ വന്നാൽ, ആ ഗ്രഹത്തിന് അതിയായ ബലം വന്നാലൊക്കെ ഇൻകംപ്ലീറ്റഡ് ആയിട്ടുള്ള കർമ്മമാണ് അവർക്ക് സൂചന നൽകുന്നത്. അപ്പോൾ പഴയ ജന്മത്തിൽ പൂർത്തീകരിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ ഈ ജന്മം ചെയ്യേണ്ടി വരും. ഓരോ ഗ്രഹങ്ങളുടെയും രീതികളനുസരിച്ച് ആണ് ഇവർക്കത് വരുന്നത്. ഓരോ ഗ്രഹങ്ങൾക്ക് ഓരോ രീതിയിലുള്ള കർമ്മങ്ങളിലൂടെ പൂർത്തീകരിക്കാനാണ് അവർ വരുന്നത്. അവർക്കത് ചെയ്യേണ്ടി വരും. അവർ ഏത് പ്രൊഫഷൻ തിരഞ്ഞെടുത്താലും അവർ കറങ്ങി തിരിഞ്ഞ് അവിടേക്ക് വരും എന്നുള്ളത് ഉറപ്പുള്ളൊരു കാര്യവും കൂടിയാണ്. 10ാം ഭാവം മോശമായാൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് കൂടി ഞാൻ പറയാം. 10ാം ഭാവം മോശമായാൽ ഒരു പക്ഷേ സൊസൈറ്റിയിൽ ഭയങ്കര പേരൊക്കെ കാണും, ചിലപ്പം ജോലി കാണും, ഒക്കെ കാണും. പക്ഷേ ആൾക്കാർക്ക് ഒരു മതിപ്പുണ്ടാവില്ല. ശരിക്കുള്ളൊരു മതിപ്പെന്ന് പറയുന്നത്, ഇപ്പോൾ സൊസൈറ്റിയിൽ നമ്മളെ കാണുമ്പോൾ അടിപൊളി, എന്തുകൊണ്ട് വിശേഷം, സുഖമായിട്ടിരിക്കുന്നു, നല്ല ജോലിയാണ് പുള്ളിക്കെന്നൊക്കെ പറയുമെങ്കിലും ആ വ്യക്തിയോട് ഒരു മതിപ്പുണ്ടാവില്ല. അതുപോലെ തന്നെ നമുക്കൊരു ഇൻസെക്യൂരിറ്റിയും ഉണ്ടാവും. ഈ ജോലി പോയാൽ എന്താവും, അടുത്ത എന്താവും, ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടേയിരിക്കും. കാരണം നമ്മളുടെ ക്വാളിറ്റി ഒരിക്കലും ആ 10ാം ഭാവവുമായിട്ട് ബന്ധപ്പെട്ടിട്ടല്ല വരുന്നത്. ഒരു മീനിങ്ലെസ് ആയിട്ടുള്ള ലൈഫായിരിക്കും. 10ാം ഭാവത്തിൻ്റെ ബലക്ഷയം ഒരു മീനിങ്ലെസ് ലൈഫിനെ സൂചിപ്പിക്കുന്നു എന്നാണ് ജ്യോതിഷ നിരീക്ഷകരെല്ലാം പറയുന്നത്. അതുപോലെ തന്നെ 10ാം ഭാവത്തിൻ്റെ ബലക്ഷയങ്ങളാണ് ബാഹ്യമായ വിഷയങ്ങളിലുള്ള ഒബ്സഷൻസ് എന്തിനോടൊക്കെ, പവറിനോടെ, നമ്മുടെ ഫിസിക്കൽ അപ്പിയറൻസിനോടെ, അതേപോലെ നമ്മൾ ആരെയും നശിപ്പിച്ചാലും വേണ്ടിയില്ല സ്റ്റാറ്റസ് നിലനിർത്താൻ നോക്കുന്നത്, സ്റ്റാറ്റസിന് വേണ്ടി എന്നും കുരുതി കൊടുക്കാൻ മനസ്സ്, ഇതൊക്കെ ഈ 10ാം ഭാവത്തിൻ്റെ ബലക്ഷയം. 10ാം ഭാവം ബലപ്പെട്ടാൽ ആ വ്യക്തിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയിരിക്കും ഉള്ളിൽ നിന്ന് തന്നെ. ആ കാര്യം ചെയ്യാൻ, ഓവർ കോൺഫിഡൻസിൽ ആ കാര്യം ചെയ്യാൻ അറിയാമെന്ന് അയാൾക്ക് സ്വയം മനസ്സിലാവും. എനിക്ക് ഈ പണിയെ പറ്റൂ, അല്ലെങ്കിൽ ഇതാണ് എൻ്റെ വഴി എന്ന് മനസ്സിലാക്കിയിട്ട് അത് തിരഞ്ഞെടുത്ത് ചെയ്യാൻ പറ്റും. പക്ഷെ 10ാം ഭാവം ബലക്ഷയം വന്നാൽ, 10ാം ഭാവം ബലം ഇല്ലാതെ പോയാൽ എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഷോ മാത്രമേ കാണൂ. ജോലി ഉണ്ടാവും, നല്ല പൊസിഷനിലായിരിക്കും, നല്ല വിദ്യാഭ്യാസമൊക്കെ കാണും. ഇപ്പോൾ 2ാം ഭാവത്തിനൊക്കെ ബലം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ വിദ്യാഭ്യാസം ഉണ്ടാവും. ആ ഭാവത്തിന് ബലം കൂടുന്നതിനനുസരിച്ച് ഈ വിദ്യാഭ്യാസം വഴി ധനവും ഉണ്ടാവും. പക്ഷേ ഒരു ഇൻസെക്യൂരിറ്റി നമ്മുടെ മുന്നിൽ എപ്പോഴും ഉണ്ടാവും എന്നുള്ളതും കൂടി ഓർത്ത് വെച്ചോളുക.
അതുപോലെ തന്നെ 10ാം ഭാവത്തിൻ്റെ ദശയും അപഹാരവും ഒക്കെ നടക്കുമ്പോഴാണ് ഈ എന്താ പറയുക, നമുക്ക് കർമ്മം ചെയ്യാനുള്ള അവസ്ഥ എന്ന് പറയുന്നത്. അതായത് ട്രാൻസിറ്റൂടെ നോക്കണം, നമ്മുടെ പേരൻസിൻ്റെയൊക്കെ അല്ലെങ്കിൽ കർമ്മം ചെയ്യേണ്ടി വരിക. അതേപോലെ നമ്മുടെ വളർച്ചയ്ക്ക് തടസ്സമായി നിൽക്കുന്ന ബ്രേക്കപ്പ്. 5ാം ഭാവത്തിൻ്റെ 6ആണ് ഈ പറഞ്ഞ പോലെ 10ാം ഭാവം. അപ്പം നമ്മുടെ വളർച്ചയ്ക്ക് തടസ്സമായി നിൽക്കുന്ന, കർമ്മത്തിന് തടസ്സമായി നിൽക്കുന്ന, ഈ ജന്മത്തിന് തടസ്സമായി നിൽക്കുന്ന റിലേഷൻഷിപ്പിൻ്റെ ബ്രേക്കപ്പ് 10ാം ഭാവം കൊണ്ടാണ് ചിന്തിക്കുന്നത്. വളരെ വേദനാജനകമായിട്ടുള്ളൊരവസ്ഥയിലൂടെ കടന്നു പോകേണ്ടി വരും. അതേപോലെ തന്നെയാണ് കർമ്മം എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഈ അച്ഛനമ്മമാരോ അല്ലെങ്കിൽ നമുക്ക് വളരെ വേണ്ടപ്പെട്ടവരോ മരിച്ചിട്ട് കർമ്മം ചെയ്യേണ്ടതായിട്ടുള്ളൊരവസ്ഥ, റിച്വൽസ് ചെയ്യേണ്ടതായിട്ടുള്ളൊരവസ്ഥയും ഈ പറഞ്ഞ പോലെ വളരെ വേദനാജനകമായിട്ടുള്ളൊരവസ്ഥയിലൂടെ പോകേണ്ട ചില കാര്യങ്ങൾ. അതേപോലെ പൂജ, വഴിപാടുകൾ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ നിത്യേന ചെയ്യുന്ന പൂജകളും പ്രാർത്ഥനകളും എല്ലാം തന്നെ ഈ ഭാവം കൊണ്ടാണ് ചിന്തിക്കുന്നത്. രവി ഈ ഭാവത്തിൻ്റെ കാരകനാണ്. ഈ ഭാവത്തിന് 2 കാരകന്മാരാണ് ഉള്ളത്. നമ്മുടെ നിയോഗമായിട്ടുള്ള കർമ്മമാണ് ഈ ഭാവം കൊണ്ട് സൂചിപ്പിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു. നമ്മളെ ഫോളോ ചെയ്യുന്നതിന് കുറച്ച് കാലം അത് ചെയ്ത് നമ്മളത് നമ്മുടേതായ തിരിച്ചറിവ് വന്ന് നമ്മളത് ചെയ്ത് നമ്മളതിൽ സക്സസ് ആയി കഴിയുമ്പോൾ നമ്മളെ ഫോളോ ചെയ്യാൻ കുറേ ആൾക്കാർ വരും. കുറേ മനുഷ്യർക്ക് കാഴ്ച കൊടുക്കേണ്ട, ഉൾക്കാഴ്ച കൊടുക്കേണ്ട ഒരവസ്ഥയിലേക്ക് വരും. ഏത് മേഖലയിലും ആയിക്കോട്ടെ, ആ ഭാവം നല്ല ഭാവമാണെങ്കിൽ, നല്ല രീതിയിൽ പവർഫുള്ളാണെങ്കിൽ ഉറപ്പായിട്ടും സത്കർമ്മങ്ങളിലൂടെ വിജയിക്കും. വളരെ പ്രശസ്തരായിട്ടുള്ള ആൾക്കാർ സത്കർമ്മങ്ങളിലൂടെ വരും. ഈ ഭാവം മോശമാണെന്നുണ്ടെങ്കിലുണ്ടല്ലോ, നീചകർമ്മങ്ങളിലൂടെ നീചന്മാരെ സ്വാധീനിക്കുന്ന വ്യക്തികളായി വരും. അവർ ആസുരിക് നേച്ചർ ഉണ്ടാകും. അവരും വളരെ പവർഫുള്ളാണ്, വളരെ ഇൻ്റലിജൻ്റാണ്. അവരൊക്കെ പലരും ദൈവവിശ്വാസികളുമാണ്. രാവണനും മഹിഷാസുരനും ഹിറ്റ്ലറും ഒക്കെ ദൈവവിശ്വാസികളാണെന്നാണ് പറയുന്നത്. സ്വാർത്ഥതയ്ക്ക് വേണ്ടി എന്തും ചെയ്യാൻ മടിയില്ലാത്തവരുമാണ്. അവരൊക്കെ ദൈവവിശ്വാസികളാണ്. അപ്പം അതും ചിന്തിക്കുന്നത് ഈ 10ാം ഭാവം കൊണ്ടാണ്. ഒരാളുടെ 10ാം ഭാവം കൊണ്ടാണ് അയാളുടെ അയാളുടെ എന്ത് നിയോഗത്തിന് വേണ്ടിയാണ് അയാൾ ജനിച്ചിരിക്കുന്നതെന്നൊക്കെ ഉള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിൻ്റെ സൂചനകൾ നൽകുകയും ചെയ്യും. അപ്പം പൊതുവിൽ നമുക്ക് 10ാം ഭാവം എന്ന് പരിചയമുള്ളത് ജോലിയെക്കുറിച്ചാണ്. ജോലി വാസ്തവത്തിൽ 6 കൊണ്ടാണ് ചിന്തിക്കുന്നത്. 12 ഭാവത്തിലൂടെയും ജോലി കിട്ടും. പൊതുവെ 10ാം ഭാവം കൊണ്ട് മാത്രമല്ല, 12 ഭാവത്തിലൂടെയും ജോലി കിട്ടും. ഇപ്പോൾ 2ാം ഭാവമായിട്ടൊക്കെ ബന്ധപ്പെട്ട് 10ഓ 6ഓ ഒക്കെ വന്നു കഴിഞ്ഞാൽ അത് മറ്റ് രീതിയിലായിരിക്കും. 3ാം ഭാവമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ വേറൊരു ശൈലിയിലായിരിക്കും. 4ാം ഭാവമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ വണ്ടി വാഹനാദി വിഷയങ്ങൾ വഴിയുള്ള ജോലികൾ ഒക്കെ വരും. 5ാം ഭാവമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അങ്ങനെ, 6ആയിട്ട് ബന്ധപ്പെട്ടാൽ അങ്ങനെ. അപ്പോൾ അങ്ങനെ പല പല കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വരും. അഷ്ടമമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ മറ്റുള്ളവരെ സഹായിച്ച് ജീവിക്കാൻ പറ്റും. പലിശയ്ക്ക് പൈസ കൊടുത്ത് ജീവിക്കാൻ പറ്റും. ബാങ്കിങ്ങിൻ്റെ ശരിക്കും ഈ കഴുത്തിറക്കുന്ന ബ്ലേഡ് എന്നൊക്കെ പറയത്തില്ലേ, അതുപോലത്തെ പലിശകൾ കൊണ്ട് ജീവിക്കാൻ പറ്റും. അങ്ങനെ ഓരോ ഭാവത്തിലൂടെയും കർമ്മം വരും. ധനമാണ് കർമ്മം കൊണ്ട് ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് ഈ 12 ഭാവങ്ങളിലൂടെയും വരും. പക്ഷേ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഒരാളുടെ തൊഴിൽ മാത്രമല്ല. അത് ഇന്നത്തെ കാലത്ത് വിദ്യാഭ്യാസം പോലും തൊഴിലിന് വേണ്ടിയാണ്. വാസ്തവത്തിൽ തൊഴിലിന് വേണ്ടിയിട്ടല്ല വിദ്യാഭ്യാസം ചെയ്യേണ്ടത്. നിയോഗത്തെ മനസ്സിലാക്കിയിട്ടാണ് വിദ്യാഭ്യാസം ചെയ്യേണ്ടത്. നിയോഗത്തെ മനസ്സിലാക്കി വിദ്യാഭ്യാസം ചെയ്യുകയും അതിനനുസരിച്ച് വളരുകയും ചെയ്താൽ മാത്രമേ ഒരു വ്യക്തിക്ക് ഇൻസെക്യൂരിറ്റി നശിക്കത്തുള്ളൂ. ഭൗതികവും ആധ്യാത്മികതയും ഇൻസെപ്പറബിളാണ് എന്നുള്ളത് സ്വയം തിരിച്ചറിഞ്ഞുകൊണ്ട് അയാളുടെ ജീവിതം, അയാൾ ജീവിച്ചിരിക്കുന്നത്, അയാളുടെ കർമ്മം ചെയ്ത് തീർക്കാൻ പറ്റും. ആ കർമ്മം അത് വളരെ യുണീക്കായിരിക്കും. എല്ലാ വ്യക്തികളും അത് കൃത്യമായി മനസ്സിലാക്കി ചെയ്താൽ ജീവിതം ശാന്തമായിരിക്കും. ചെയ്താലും ചെയ്തില്ലെങ്കിലും 10ാം ഭാവത്തിൻ്റെ നിയോഗം കൊണ്ട് മാത്രമേ, നിയോഗം കൃത്യമായിട്ട് മനസ്സിലാക്കി ചെയ്താൽ മാത്രമേ സന്തോഷമുണ്ടാവത്തുള്ളൂ. അത് ചെയ്താലും ചെയ്തില്ലെങ്കിലും നമ്മളോടത് നമ്മുടെ അവസാന ശ്വാസത്തിൽ അത് അവസാനിക്കുകയും ചെയ്യും. 1 മുതൽ 8 വരെ തരുന്ന ജീവിതത്തിൻ്റെ വഴികൾ 9ാം ഭാവമായിട്ടുള്ള നേച്ചറിൻ്റെ സപ്പോർട്ടും ഭാഗ്യവും പുണ്യവും ഗുരുക്കന്മാരും പറഞ്ഞു തരുന്ന വഴികളിലൂടെ നമ്മൾ കർമ്മം ചെയ്യാൻ തുടങ്ങി. അത് 10ാം ഭാവമാണ്. ഇനി നമുക്ക് വരേണ്ട ഭാവമാണ്
നേച്ചർ അനുഗ്രഹിച്ച് നമ്മളിലേക്ക് വന്നു ചേരേണ്ടതാണ്. സർവ്വലാഭമാണ് 11-ാം ഭാവം. അതടുത്ത ക്ലാസ്സിൽ നോക്കാം. നമസ്കാരം.